ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിച്ച് തുടങ്ങുന്നതാണ് തോൽവിയുടെ ആദ്യ തുടക്കം. ഏറ്റവും നല്ല ആയുധം ക്ഷമയാണ്. ഏറ്റവും വലിയ പ്രതികാരം മൗനമാണ്. എത്ര സ്നേഹിച്ചിട്ടും, എത്ര മനസ്സിലാക്കിയിട്ടും, എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും, എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് വിജയത്തിൻ്റെ ആയുധം. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണെന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞ് പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന സത്യമാണ്. നീ ഒരാളെ ചതിച്ചാൽ നീ മറ്റൊരാൾ വഴി ചതിയിൽപ്പെടും. നീ കാരണം ഒരാൾ കരഞ്ഞാൽ വേറൊരാൾ വഴി നീ കരയും. നീ കാരണം ഒരാൾക്ക് സന്തോഷിക്കാൻ ഇടവന്നാൽ ഒരുപാട് പേർ നിനക്ക് സന്തോഷം നൽകാൻ നീ പോലും അറിയാതെ ഉണ്ടാകും. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്തെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാവാം. നമുക്ക് നാം മാത്രമാണ് ഉള്ളതെന്ന് സ്വയം തിരിച്ചറിയുക. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കണം. കാരണം നമ്മളെ ആശ്വസിപ്പിക്കാനും സമാധാനം നൽകാനും ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. ഒരാളെ ആദരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളോട് തന്നെ പറയുക എന്നതാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണ് അയാളോട് ബഹുമാനത്തോടെ സംസാരിക്കുക എന്നത്. ചിന്തിക്കാതെ പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുക. ഇത് രണ്ടുമാണ് പലരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണം. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സംതൃപ്തിയല്ല, നമ്മുടെ സംതൃപ്തിയാണ് പ്രധാനം.